ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ആലത്തൂരാണ് കേട്ടോ. ആലത്തൂർ ഈ കാണുന്ന പുതിയ വീട്, അതായത് അടിപൊളി കണ്ടംപററി സ്റ്റൈലിലുള്ള വീട് വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ. 12 സെൻറ്റിലാണ് വീട് ഇരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു കിണറും കാര്യങ്ങളൊക്കെ ആയിട്ട് 12 സെൻറ്റിലാണ് വീട് ഇരിക്കണേ. നല്ല മോഡേൺ ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇതിൻ്റെ വർക്ക് ഫിനിഷിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത് കേട്ടോ. ഫിനിഷിങ് സ്റ്റേജിലാണ്. ഇനി മതിൽക്കെട്ട്, ടൈല് പണി ഇതൊക്കെ ഉണ്ട്. മതിൽക്കെട്ടൊക്കെ ഉണ്ട്. ടാറിങ് റോഡ് ഫ്രണ്ടേജാണ്. ഓക്കെ, നല്ലൊരു വീടിൻ്റെ ഉൾഭാഗം കാണാം. നല്ലൊരു പാസേജ്, അതായത് സിറ്റ് ഔട്ട് നല്ല ലെങ്ത്തിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതന്നെ ഫ്രണ്ട് ഡോറ് വന്നിട്ട് ഡബിൾ ഡോറാണ് കേട്ടോ. ഓക്കെ, ഡോറ് വന്നിട്ട് തേക്കാണ് കേട്ടോ. തേക്കാണ്. ഇതിന് 3 ബെഡ്റൂംസാണ് ഇതിന് വരുന്നത്. പണി ഫിനിഷിങ്ങിലായിക്കൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ തന്നെ, എന്നിട്ട് നല്ല കാറ്റും വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ പണിതേക്കണം കേട്ടോ. ഇതിൻ്റെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന്, ലിവിങ് റൂമിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് സ്റ്റെയർ പോണത്. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റീൽ റോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട്. ഓക്കെ, സീലിങ്ങിൽ മൊത്തം ലൈറ്റ്, മറ്റേ സ്പോട്ട് ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു ബേസൻ, വാഷ് ബേസൻ. ഇത് ഡൈനിങ് സ്പേസാണ് വരുന്നത്, ഈ കാണുന്നത് കേട്ടോ. താഴെ 2 ബെഡ്റൂംസാണ് വരുന്നത്. താഴെ 2 ബെഡ്റൂംസാണ്. ഫസ്റ്റത്തെ ബെഡ് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. അറ്റാച്ചഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നല്ല സൂപ്പർ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകണം. ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് പെയിൻറ്റിങ് അതൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ബെഡ്റൂമും ഇതുപോലെ തന്നെ അറ്റാച്ചഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വാൾ ടൈലൊക്കെ നല്ല സൂപ്പർ ടൈലാട്ടാ. നല്ല നൈസായിട്ട് നല്ല രീതിയിലുള്ള ചെയ്തേക്കണതാണ്. ഓക്കെ, അതേപോലെ തന്നെ കബോർഡ് വർക്കുകളൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്ത് തരും. സീലിങ്ങൊക്കെ സ്പോട്ട് ലൈറ്റുകളാണ് സെറ്റ് ചെയ്തേക്കണേ. AC പോയിൻ്റൊക്കെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. പൈപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് തുളയ്ക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അതേപോലെ തന്നെ നമുക്കൊരു നല്ലൊരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. ഇവിടെ ഈ സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ഗ്ലാസ് ഒക്കെ ഇട്ട് ഇവിടെ നമ്മുടെ ഒരു കോഫി ഇതെന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ കിച്ചൺ വരണം. കിച്ചൻ്റെ ഗ്യാപ്പിലൊരു ചെറിയ സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കബോർഡോട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വീട്ടുകാർക്ക്, പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സംഭവം ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇനി കബോർഡ് വർക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സെറ്റായി അതിനകത്ത്. അതുപോലെ തന്നെ കിച്ചൻ്റെ ഇതിൽ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ കബോർഡ് വർക്ക് കഴിയുമ്പോൾ നല്ല സൂപ്പറായി, നല്ല വലുപ്പമുള്ള കിച്ചനും കാര്യങ്ങളൊക്കെയാണ്. അതും സീലിംഗ് ഇതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഹാളിലേക്ക് കടന്നിട്ട് നമുക്ക് മുകളിലേക്ക് പോവാം. ഓക്കെ, സ്റ്റെയറിൻ്റെ വർക്കൊക്കെ പകുതി ഫിനിഷായി. ഇനി ഹാൻഡ് റെയിൽ മാത്രം പിടിപ്പിച്ചാൽ മതി. സ്റ്റെയറിൻ്റെ ടൈലിൽ നിന്നൊക്കെ ഗ്രാനൈറ്റാണ്, പക്ഷേ സ്ലിപ്പാവാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള ടൈലാണ് ഇത് ചെയ്തേക്കണം കേട്ടോ. കയറി വരുമ്പോൾ ഇവിടെ നല്ല ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേ കണ്ടില്ലേ, നല്ല വിൻഡോസും പിന്നെ ഇവിടെ മറ്റേ ഓപ്പൺ ആയിട്ടുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വെളിച്ചാട്ടോ മുകൾ ഭാഗത്തൊക്കെ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആണ് കാണാം. ഇത് മുകളിലത്തെ ബെഡ്റൂമാണ്. മുകളിലത്തെ ബെഡ്റൂമും നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വർക്കുകളിലെ ജനാലപ്പാളികൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാത്റൂമും അറ്റാച്ച്ഡ് കാര്യങ്ങളൊക്കെ. ഓക്കെ, കമ്പനി സാധനങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തേക്കണേ. ബാത്റൂമുകൾ നല്ല നീറ്റായിട്ട് ഉള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ വീഡിയോസ് കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഇനിയും നിങ്ങൾക്ക് വീഡിയോസുകൾ ഇതിൽ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ
നമ്മുടെ ബാൽക്കണി വരുന്നുണ്ട് മുകളിൽ. ഇനി ഇതിന് സ്റ്റീൽ റാഡും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അടിപൊളിയാട്ടോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് മിറ്റൊക്കെ ടൈലിട്ട് ഇതൊക്കെ വരുമ്പോൾ നല്ലൊരു അന്തരീക്ഷമായി മാറും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എല്ലാ സ്ഥലത്തേക്കും വളരെ കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ. അതായത് കൊടകരയ്ക്കായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയാലും എല്ലായിടത്തേക്കും അധികം ദൂരമൊന്നും വരുന്നില്ല. ഒരു 4 കിലോമീറ്ററൊക്കെ മാക്സിമം ഡിസ്റ്റൻസിന് വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് അധികം വിലയൊന്നും പറഞ്ഞിട്ടില്ല അവർ. വെറും 55 ലക്ഷം രൂപയെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ 12 സെൻറ്റ് സ്ഥലമുണ്ട്, 1700 സ്ക്വയർ ഫീറ്റ് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലിൻ്റെ വലിപ്പം കണ്ടില്ലേ നീണ്ട സ്ക്വയർ മറ്റേ 8 അടിയാണ്, 8 അടി 5 അടി വീതി 8 അടി നീളം, അങ്ങനത്തെ ടൈലുകളാണ് ഇതിൽ സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഈ വിലയ്ക്കൊന്നും നമുക്ക് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഫസ്റ്റ് വരുന്നവർക്ക് സംഭവം സെറ്റാക്കാം. എല്ലാ പണി ഫിനിഷ് ചെയ്ത് തരും. ഓക്കെ, നല്ല കാറ്റും വെളിച്ചം കിട്ടുന്ന നല്ലൊരു വീടാണ്. ഓക്കെ, താങ്ക് യു. പിന്നെ ഇടയിൽ ഒന്നുകൂടി പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.